ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഈസിഡ് അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ പറയുന്ന LD പരീക്ഷകൾ എന്ന് പറയുന്നത് ഇനി വരാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ഓൾറെഡി 2023 വന്നിട്ടുണ്ടായിരുന്ന LDയുടെ എക്സാമിനേഷൻ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിയമനങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ പറയുന്ന 2028 വരെയാണ് എന്ത് ചെയ്യുന്നത്, റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത്. അപ്പൊ അതിന് മുമ്പായിട്ട് തന്നെ ഈ പറയുന്ന 2028 കാലാവധി കഴിയുന്നതിന് മുമ്പായിട്ട് തന്നെ മറ്റൊരു റാങ്ക് ലിസ്റ്റ് വരേണ്ടതായിട്ടുണ്ട്. അതായത് 2026 കൂടി തന്നെ എന്ത് നടക്കണം, 2026 അവസാനത്തോടുകൂടി തന്നെ നോട്ടിഫിക്കേഷൻ വന്ന് 2027 കൂടി തന്നെ എക്സാമിനേഷൻ നടന്ന് മാത്രമേ 2028 എന്ത് നടക്കത്തുള്ളൂ, ഈ പറയുന്ന റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയുള്ളൂ എന്നുള്ളത് നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം ഈ പറയുന്ന രീതിയിൽ നമ്മൾ അതിന്റെ പ്രിപ്പറേഷൻസ് എന്ന് പറയുന്നത് വളരെ നേരത്തെ തുടങ്ങേണ്ടതായിട്ടുണ്ട്. ഏകദേശം 10-400 വരുന്ന വലിയൊരു ടോപ്പിക്കാണ് നമുക്ക് കവർ ചെയ്യേണ്ടതായിട്ട് വരുന്നത് എന്നുള്ളതാണ് അല്ലേ. അപ്പൊ ഇത് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നല്ല സമയം എടുത്ത് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ പറയുന്ന രീതിയിൽ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യണം, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ കവർ ചെയ്ത് മുന്നോട്ടേക്ക് പോകേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന സമയങ്ങളിൽ നമ്മൾ വെറുതെ എന്തെങ്കിലും വാരി വിളിച്ച് പഠിച്ചാൽ പോരാ. പ്രധാനമായിട്ട് ഈ പറയുന്ന സിലബസ് അടിസ്ഥാനമാക്കി പഠിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും അല്ലെ. സിലബസ് അടിസ്ഥാനമാക്കി പഠിക്കുക എന്നുള്ളത് വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു പരിപാടിയാണെന്നുള്ളത്. കാരണം ഈ പറയുന്ന വെറുതെ എന്തെങ്കിലും പഠിക്കുക എന്നുള്ളതല്ല, സിലബസിൽ പറയുന്ന കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പഠിക്കുന്നതിൽ കൂടെ തന്നെയാണ് മാർക്ക് അത്യാവശ്യം മേടിച്ചു പോകാൻ വേണ്ടി സാധിക്കുന്നത്. അതേപോലെ തന്നെ ഏതൊക്കെ ടോപ്പിക്കുകൾ കവർ ചെയ്തു എന്നുള്ളത് നമുക്ക് എത്തിയെ പറ്റി മനസ്സിലാക്കാനും ഇതുവഴി സാധിക്കുമെന്നുള്ളത്. അപ്പൊ നമുക്ക് പ്രധാനമായിട്ട് ഇനി വരാൻ വേണ്ടിയിട്ട് പോകുന്ന LD പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള സിലബസ് നമുക്ക് എന്ത് ചെയ്യാമെന്ന് ഡിസ്കസ് ചെയ്യാമെന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ പറയുന്ന ചരിത്രവും ഭൂമിശാസ്ത്രവും ധനശാസ്ത്രവും എല്ലാം അടങ്ങുന്ന ഒരു വലിയൊരു ടോപ്പിക്കാണ് ഈ പറയുന്ന എന്തിനകത്ത് വരുന്നത്, ഈ പറയുന്ന LDയുടെ സിലബസിനകത്ത് വരുന്നത് എന്നുള്ളതാണ്. ആദ്യം തന്നെ ചരിത്രമാണ്. ചരിത്രം 5 മാർക്കിനാണ് എന്ത് ചെയ്യുന്നത്, ചരിത്രം ഉള്ളത് എന്നുള്ളതാണ്. ഭൂമിശാസ്ത്രം 5 മാർക്കിനുണ്ട്. ധനതന്ത്രശാസ്ത്രം എക്കണോമിക്സ് 5 മാർക്കിനുണ്ട്. ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്കിനുണ്ട്. കേരളവും ഭരണ സംവിധാനങ്ങൾ 5 മാർക്കിനുണ്ട്. ജീവശാസ്ത്രവും പൊതുജന ആരോഗ്യം 6 മാർക്കാണ്. ഭൗതിക ശാസ്ത്രം 3 മാർക്കിനാണ്. ഭൗതികശാസ്ത്ര ഫിസിക്സ് 3 മാർക്കിനാണ്. രസതന്ത്ര കെമിസ്ട്രി 3 മാർക്കിനാണ്. കലാകായികം സാഹിത്യം സംസ്കാരം, കലാകായികം ഈ പറയുന്ന ആർട്സ്, ഈ പറയുന്ന എന്താണ് സ്പോർട്സ്, അതേപോലെ തന്നെ സയൻസ്, ലിറ്ററേച്ചർ അല്ലെ, അതെല്ലാം ഈ പറയുന്ന സംസ്കാരം കൾച്ചർ എല്ലാം കൂടെ വരുന്ന 5 മാർക്കിനാണ്. കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങളായിട്ട് ബന്ധപ്പെട്ടത് 3 മാർക്കിന് ചോദിക്കാറുണ്ട്. സുപ്രധാന നിയമങ്ങൾ ചോദിക്കാറുണ്ട്. ആനുകാലിക വിഷയങ്ങൾ, ദാറ്റ് ഈസ് ടു ഇമ്പോർട്ടൻറ്റ്. എല്ലാ ദിവസവും ഈ പറഞ്ഞ രീതിയിൽ ആനുകാലിക വിഷയങ്ങൾ പഠിച്ചു പോയാൽ മാത്രമേ അത് എന്ത് ചെയ്യത്തുള്ളൂ, നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അത് കൂടാതെ തന്നെ ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് ജനറൽ ഇംഗ്ലീഷ്, പ്രാദേശിക ഭാഷയായിട്ടുണ്ടെന്ന മലയാളം, തമിഴ്, കന്നഡ എന്നിവയാണ് എന്ത് ചെയ്യുന്നത് സിലബസിനകത്ത് പ്രധാനമായിട്ടും വരിക. പരീക്ഷ എന്ന് പറയുന്നത് മലയാളത്തിലായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ വട്ടം എന്ന് പറയുന്നത് ഇനി വരാൻ വേണ്ടി പോകുന്ന LDയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ PSC ഏജ് കൂട്ടിയിട്ടുണ്ടായിരുന്ന സമയം കൂടിയാണ്. അതായത് 40 വയസ്സ് വരെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. 40 വയസ്സ് വരെ ഇപ്പൊ ഏജിനെ പറ്റി കൂട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ബെനിഫിഷ്യറീസ് എന്ത് ചെയ്യാൻ പറ്റും, പറയുന്ന പരീക്ഷയിലേക്ക് കടന്നു വരും എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോന്നും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചരിത്രം നോക്കുകയാണെങ്കിൽ ചരിത്രം 5 മാർക്കിനാണ് നമ്മൾ ആദ്യമേ പറഞ്ഞു അല്ലെ. ഏതൊക്കെ വരുന്നത്, ഈ പറയുന്ന യൂറോപ്യന്മാരുടെ വരവ്, യൂറോപ്യന്മാരുടെ സംഭാവന, മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്ര തിരുവിതാംകൂറിന്റെ ചരിത്രം, സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങള്, കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങള്, കേരള ചരിത്രത്തിന്റെ സാഹിത്യ സ്രോതസ്സുകള്, ഐക്യ കേരള പ്രസ്ഥാനം, 1956 ശേഷമുള്ള കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം എന്ത് ചെയ്യുന്നുണ്ട്, അതിനകത്ത് വരുന്നതാണ്. ഓക്കെ, അടുത്തത് ഇന്ത്യ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം, ബ്രിട്ടീഷ് ആധിപത്യം, ഒന്നാം സ്വാതന്ത്ര്യ സമരം 56-ലെയാണ് കേട്ടോ. 56-57 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 57-ലെയാണ് പറയുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം, സ്വദേശി പ്രസ്ഥാനം, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങള്, വർത്തമാന പത്രങ്ങള്, ഈ പറയുന്ന ജെയിംസ് അഗസ്റ്റസ് ഐക്യയുടെ ഈ പറയുന്ന ബംഗാൾ കസറ്റി തുടങ്ങി ഇപ്പൊ വന്നു നിൽക്കുന്ന പ്രധാനപ്പെട്ട പത്രങ്ങൾ, ആ സമയത്തെ പ്രധാനപ്പെട്ട പത്രങ്ങളെല്ലാം തന്നെ ആരെല്ലാം കൊണ്ടുവന്നു അല്ലെ. ഈ പറയുന്നതാണ് മഹാത്മാഗാന്ധിയുടെ പത്രം ഏതാണ്, ലാല ലജ്പത് റായുടെ, ബാലഗംഗാധര തിലകിന്റെ, പ്രധാനപ്പെട്ട ഈ പറഞ്ഞ രാഷ്ട്രീയ മത സാമുദായിക സംഘടനകളുടെ പത്രങ്ങൾ ഇതെല്ലാമാണെന്നുള്ളത് പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ സാഹിത്യം, കലയും, സ്വാതന്ത്ര്യ സമരം, മഹാത്മാഗാന്ധിയും, ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം എങ്ങനെയായിരുന്നു, സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന, സ്റ്റേറ്റ് റീഓർഗനൈസേഷനോട് ബന്ധപ്പെട്ടത്, ശാസ്ത്ര വിദ്യാഭ്യാസ സാങ്കേതിക മേഖലയിൽ ഇന്ത്യ കൈവരിച്ചിട്ടുണ്ടായിരുന്ന പുരോഗതിയും ഇന്ത്യയുടെ വിദേശ നയങ്ങളും എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഇന്ത്യയുടെ വിദേശ നയം നോക്കുക പ്രധാനമായിട്ടും. അടുത്തത് ലോകം നോക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ടിന്റെ മഹത്തായ വിപ്ലവം, ഗ്രേറ്റ് റെവല്യൂഷൻ ഇംഗ്ലണ്ട് എന്ന് പറയാം. അടുത്തത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം, 2ാം ലോക മഹായുദ്ധാനന്തര രാഷ്ട്രീയ ചരിത്രം, ഐക്യരാഷ്ട്ര സംഘടന, മറ്റ് അന്താരാഷ്ട്ര സംഘടനകളെല്ലാം കൂടെ കൂടിച്ചേർന്നാണ് 5 മാർക്ക് എന്ന് പറയുന്നത്. ഭൂമിശാസ്ത്രം നോക്കുകയാണെങ്കിൽ ഭൂമിശാസ്ത്ര അടിസ്ഥാന തത്വങ്ങള്, ഭൂമിയുടെ ഘടന, അന്തരീക്ഷം, പാറകള്, ഭൗമോപരിതലം, അന്തരീക്ഷ മർദ്ദം, കാറ്റും താപനില ഋതുക്കളും, ആഗോള പ്രശ്നങ്ങൾ, ആഗോളതാപനം,
മലിനീകരണങ്ങൾ, മാപ്പുകൾ, ടോപ്പോഗ്രഫിക് മാപ്പുകൾ, അടയാളങ്ങൾ, വിദൂര സംവേദനം, ഭൂമിശാസ്ത്രപരമായ ഭൂമിശാസ്ത്രപരമായ വിവര സംവിധാനം, മഹാസമുദ്രങ്ങൾ, സമുദ്രചലനങ്ങൾ, ഭൂഖണ്ഡങ്ങൾ, ലോകരാഷ്ട്രങ്ങൾ, അവരുടെ സവിശേഷതകളും ഈ പറയുന്ന ഓഷൻ കറൻസ് എല്ലാം ഇതിനകത്ത് വരുന്നതായിരിക്കും. നിങ്ങൾ പൊതുവെ ഇതൊക്കെ വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങുന്നവരാണെങ്കിൽ ആദ്യം തന്നെ SCERTയുടെ പുസ്തകങ്ങളൊക്കെ എടുത്തു വെച്ച് പഠിക്കുന്നതായിരിക്കും ഇച്ചിരി കൂടെ നല്ലത്. ഇവിടെ സിമ്പിളായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം പിന്നെ റാങ്ക് ഫെയിലൊക്കെ കടക്കുകയാണെങ്കിൽ കാര്യങ്ങളുടെ ബേസ് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പഠിച്ച് മുന്നേറാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇന്ത്യ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഭൂപ്രകൃതി അടിസ്ഥാന സംസ്ഥാനങ്ങൾ, അവയുടെ സവിശേഷതകൾ, ഉത്തരപർവ്വത മേഖല വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. നദികളെ, ഉത്തരമഹാസമുദ്രം, ഉപദ്വീപീയ പീഠഭൂമിയും, തീരദേശം, കാലാവസ്ഥ, സ്വാഭാവിക സസ്യപ്രകൃതി, കൃഷിയും ധാതുക്കളും, വ്യവസായം, ഊർജ്ജ സ്രോതസ്സുകൾ, റോഡ്, ജല, റെയിൽവേ, വ്യോമ ഗതാഗത സംവിധാനങ്ങൾ. കേരളം നോക്കുകയാണെങ്കിൽ കേരളത്തിന്റെ ഭൂപ്രകൃതി, ജില്ലകൾ ഏതെല്ലാമാണ്, സവിശേഷതകൾ ഏതെല്ലാമുണ്ട്, എത്ര നദികളുണ്ട്, അതിന്റെ കാലാവസ്ഥ എങ്ങനെയാണ്, ധാതുക്കൾ, വ്യവസായങ്ങളും, ഊർജ്ജ സ്രോതസ്സുകൾ, റോഡ്, ജല, റെയിൽ, വ്യോമ ഗതാഗത സംവിധാനങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത്. ധനതത്വശാസ്ത്രം അല്ലെങ്കിൽ എക്കണോമിക്സ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ സാമ്പത്തിക പഞ്ചവത്സര പദ്ധതികൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, അതായത് പ്ലാനിംഗ് കമ്മീഷന്റെ പുതിയ പേരാണ് നീതി ആയോഗ് അല്ലെ. അതേപോലെ തന്നെ ധാതുക്കൾ, ഹരിത വിപ്ലവം എന്നിവ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. ഇന്ത്യൻ ഭരണഘടന നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സമിതി, ആമുഖം, പൗരത്വം, മൗലിക കടമകൾ, നിർദ്ദേശ തത്വങ്ങൾ, മൗലിക ഭരണഘടനാ ഭേദഗതികൾ, പഞ്ചായത്തി രാജ്, ഭരണഘടനാ സ്ഥാപനങ്ങൾ, അവയുടെ ചുമതലകളും, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിവ ഇതിനകത്ത് പെടുന്നു എന്നുള്ളതാണ്. ഓക്കെ അല്ലേ. അടുത്ത് നമുക്ക് നോക്കാം കേരളവും ഭരണ സംവിധാനങ്ങൾ. ഭരണ സംവിധാനം നോക്കാം. കേരള സംസ്ഥാന സിവിൽ സർവീസ്, ഭരണഘടനാ സ്ഥാപനങ്ങൾ, വിവിധ കമ്മീഷനുകൾ, സാമൂഹിക സാമ്പത്തിക വാണിജ്യ ആസൂത്രണ അടിസ്ഥാന വിവരങ്ങൾ, ദുരന്ത നിവാരണ അതോറിറ്റി, തണ്ണീർത്തട സംരക്ഷണവും തൊഴിലും ജോലിയും, ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ, ഭൂപരിഷ്കരണങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ എന്നിവയുടെ സംരക്ഷണം, സാമൂഹിക ക്ഷേമം, സാമൂഹിക സുരക്ഷിതത്വം എന്നിവ ഇതിനകത്ത് വരുന്നുണ്ട്. ജീവശാസ്ത്രം നോക്കുകയാണെങ്കിൽ മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ്. അപ്പൊ അതിന് ഈ പറയുന്ന ജീവശാസ്ത്രമൊക്കെ എടുത്ത് പഠിക്കുന്നവരാണെങ്കിൽ ആദ്യത്തെ ഈ പറയുന്ന മനുഷ്യ ശരീരം എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലിയ ടോപ്പിക് ആയതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും ബോറടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും ബേസിക് ആയ കാര്യങ്ങളിലേക്ക് തുടങ്ങുക. പ്രധാനമായിട്ട് ഈ പറയുന്ന സാംക്രമിക രോഗങ്ങളും രോഗകാര്യങ്ങളും പെട്ടെന്ന് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ പരിസ്ഥിതി പ്രശ്നങ്ങളും അത് പെട്ടെന്ന് അത്യാവശ്യം ഈ പറയുന്ന വായിച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ മനസ്സിലാവും ഈ പറയുന്ന പരിസ്ഥിതി പ്രശ്നങ്ങളൊക്കെ തന്നെ. അതേപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ ഡയബറ്റീസ് പോലുള്ള ഈ പറയുന്ന ജീവിതശൈലി രോഗങ്ങൾ പെട്ടെന്ന് പഠിച്ചു മാറാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. അതൊക്കെ പഠിച്ചതിന് ശേഷം പിന്നെ ഇതിലേക്ക് വരിക ഈ പറയുന്ന മനുഷ്യ ശരീരത്തിലേക്ക് വരുമ്പോൾ ഇച്ചിരിയും കൂടെ എന്ത് ചെയ്യാൻ പറ്റും കാര്യങ്ങൾ ടോപ്പിക്കായി പറയാൻ പോകാൻ വേണ്ടി പറ്റും. അടിസ്ഥാന ആരോഗ്യ വിജ്ഞാപനം, കേരളത്തിൽ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ അതിനകത്ത് വരുന്നതാണ്. ഭൗതിക ശാസ്ത്രം നോക്കുകയാണെങ്കിൽ ഭൗതിക ശാസ്ത്ര ശാഖകൾ, ദ്രവ്യവും യൂണിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അളവും തോതും, ചലനം ഇമ്പോർട്ടന്റ് ആണ്. ആക്കം, പ്രൊജക്ടൈൽ മോഷന്, മൂന്നാം ചലന നിയമം ഉപയോഗപ്പെടുന്ന സന്ദർഭങ്ങൾ, ISROയുടെ ബഹിരാകാശ നേട്ടങ്ങൾ. അതിനകത്ത് ഒരു ചോദ്യം പൊതുവെ വരാറുണ്ട്. കാരണം ISRO അടുത്തിടെ നടത്തിയിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട സ്പേസ് മിഷൻസ് എന്തുണ്ട് ചോദിക്കാതെ ഒരു പരീക്ഷയും കടന്നു പോകാറില്ല. അടുത്തത് പ്രകാശം നോക്കുകയാണെങ്കിൽ ലെൻസ്, ദർപ്പണം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മഴവില്ല്, വസ്തുക്കളുടെ വിവിധ വർണ്ണങ്ങൾ, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം, IR റേസ്, UV റേസ്, X റേസ്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്നിവയാണ്. അടുത്തത് ഈ പറഞ്ഞ ശബ്ദം നോക്കുകയാണെങ്കിൽ ശബ്ദം, വിവിധ തരംഗങ്ങൾ, വ്യത്യസ്ത മാധ്യമങ്ങൾ, പ്രകാശത്തിന്റെ വേഗത, ആരണനം, ആവർത്തന പ്രതിപതനം. ബലം നോക്കിയാണെങ്കിൽ വിവിധ തരം ബലങ്ങൾ, കർഷണത്തിന്റെ ഉപയോഗങ്ങളും ദോഷങ്ങളും, ദ്രാവകമർദ്ദം, അതേപോലെ തന്നെ പ്ലവക്ഷമ ബലം, അതേപോലെ ആർക്കിമിഡീസ് തത്വം, പാസ്കൽ നിയമം, സാന്ദ്രത, ആപേക്ഷിക സാന്ദ്രത, വിസ്കസ് ബലം എന്നിവ പ്രധാനമായിട്ടും വരുന്നുണ്ട്. ഗുരുത്വാകർഷണം, അഭികേന്ദ്ര ബലം, അപകേന്ദ്ര ബലം, ഉപഗ്രഹങ്ങൾ, പലായന വേഗം, പിണ്ഡവും ഭാരവും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിണ്ഡവും ഭാരവും, ഭൂമിയുടെ വിവിധ സ്ഥലങ്ങളിലെ ജിയുടെ മൂല്യം, താപവും താപനിലയും, വിവിധ തെർമോമീറ്റർ, ആർദ്രത, ആർദ്രത. പിന്നെ നോക്കുക പ്രവൃത്തി ഊർജ്ജം വളരെ ഇമ്പോർട്ടന്റ് ആണ്. പവർ, ഗണിത പ്രശ്നങ്ങൾ, ഉത്തോലകങ്ങൾ, വിവിധ ഉത്തോലകങ്ങൾ എന്നിവ ണ്ട്. രസതന്ത്രത്തേക്ക് വരികയാണെങ്കിൽ ആറ്റം, തന്മാത്ര, ദ്രവ്യത്തിന്റെ വിവിധ അവസ്ഥകൾ, രൂപാനന്തരം, വാതക നിയമങ്ങൾ, അക്വാറീജിയ, മൂലകങ്ങളും ആവർത്തന പട്ടികകൾ, ലോഹങ്ങളും അലോഹങ്ങളും, ഭൗതിക മാറ്റങ്ങൾ, രാസപ്രവർത്തനങ്ങൾ, ലായനികൾ, ലോഹങ്ങൾ, അലോഹങ്ങൾ, ലോഹസങ്കരങ്ങൾ, ആസിഡും ആൽക്കലിയും, pH മൂല്യം, ആൽക്കലോയിഡുകൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് എന്ത് ചെയ്യുക നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇതിനകത്തും ചോദ്യങ്ങൾ വരാറുണ്ട്. കലാകായികം, സാഹിത്യം നോക്കുകയാണെങ്കിൽ കേരളത്തിൽ പ്രധാനപ്പെട്ട ദൃശ്യ ശ്രാവ്യ കലകൾ, അവയുടെ ഉത്ഭവം, പ്രശസ്തമായ സ്ഥലങ്ങൾ, പ്രശസ്തമായ സ്ഥാപനങ്ങൾ, ഈ പറഞ്ഞ കേരള കലാമണ്ഡലം പോലുള്ളത്, പ്രശസ്തമായ വ്യക്തികൾ ആരെല്ലാമാണ്, പ്രശസ്തമായ കലാകാരന്മാര്, എഴുത്തുകാർ, കായിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാനപ്പെട്ട ആളുകൾ, അവരുടെ നേട്ടങ്ങൾ എന്തെല്ലാമാണെന്നുള്ള പ്രധാനപ്പെട്ട അവാർഡുകൾ, ഈ അർജുന അവാർഡ് പോലെ അവാർഡുകളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അത് അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഈ ഇവന്റ്സിൽ കിട്ടിയിട്ടുള്ള മെഡലൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. പ്രധാനപ്പെട്ട ഒളിമ്പിക്സ് പോലുള്ളതിനകത്ത് കളികളുമായി ബന്ധപ്പെട്ട പദങ്ങൾ, എത്രത്തോളം കളിക്കാരുണ്ട്, അതിന് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന പദങ്ങൾ ഏതെല്ലാമാണ്,
അതേപോലെ പ്രധാന കായിക ഇനങ്ങൾ, പങ്കെടുക്കുന്ന കളിക്കാരുടെ എണ്ണം, പ്രധാനപ്പെട്ട ട്രോഫികൾ, മത്സരങ്ങൾ, കായിക ഇനങ്ങൾ, അടിസ്ഥാന വിവരങ്ങൾ, പ്രധാനപ്പെട്ട വേദികൾ, രാജ്യങ്ങൾ, പ്രശസ്തമായ വിജയങ്ങൾ, ഒളിമ്പിക്സ് ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ, വിന്റർ ഒളിമ്പിക്സ്, പാരാ ഒളിമ്പിക്സ് എന്നിവ നോട്ട് ചെയ്ത് വെക്കുക. ഏഷ്യൻ ഗെയിംസ്, ആഫ്രോ ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, വേദികൾ, അതിന് പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ഏതെല്ലാം രാജ്യങ്ങളിൽ വെച്ചാണ് നടന്നത്, ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനം എന്തെല്ലാമായിരുന്നു, ദേശീയ നാഷണൽ ഗെയിംസ് അവിടെ വെച്ച് നടന്നു, ആരൊക്കെയാണ് വിജയ്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നിവ, അതിന് മസ്കറ്റ് ഓർത്തിരിക്കണം. അതേപോലെ ഗെയിംസിന്റെ ഇനങ്ങൾ ഏതെല്ലാമായിരുന്നു എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. ഓരോ രാജ്യത്തിന്റെയും ദേശീയ കായിക ഇനങ്ങൾ, വിനോദങ്ങൾ ഏതെല്ലാമാണെന്ന്. സാഹിത്യം നോക്കണം. മലയാളത്തിൽ പ്രധാനപ്പെട്ട സാഹിത്യ പ്രസ്ഥാനങ്ങൾ, കൃതികൾ, ഓരോ പ്രസ്ഥാനത്തിന്റെയും പ്രധാനപ്പെട്ട കൃതികൾ, കർത്താക്കള്, എഴുത്തുകാര്, തൂലികാ നാമങ്ങൾ, കഥാപാത്രങ്ങൾ, കൃതികൾ, പ്രശസ്തമായ വരികൾ, കൃതികൾ, മലയാള പത്രപ്രവർത്തനത്തിന്റെ ആരംഭം, തുടക്കം കുറിച്ചവർ, ആനുകാലികങ്ങൾ, പ്രധാനപ്പെട്ട അവാർഡുകൾ, ബഹുമതികൾ, ജ്ഞാനപീഠം നേടിയ മലയാളികൾ, അതേപോലെ എന്താണ് മലയാള സിനിമയുടെ ഉത്ഭവം, വളർച്ച, നാഴികക്കല്ലുകൾ എന്നിവയെല്ലാം അത് വരും. സംസ്കാരം നോക്കുകയാണെങ്കിൽ കേരളത്തിൽ പ്രധാനപ്പെട്ട ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട പ്രശസ്ത ഉത്സവങ്ങൾ, കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ, സാംസ്കാരിക നായകന്മാർ, അവരുടെ സംഭാവനകൾ ഇതെല്ലാമാണെന്നുള്ളത്. കമ്പ്യൂട്ടർ നോക്കിയാണ് ഹാർഡ്വെയർ, ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ്, മെമ്മറി ഡിവൈസസ്, സോഫ്റ്റ്വെയർ, ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നുണ്ട്, പോപ്പുലർ ആപ്ലിക്കേഷൻസ്, ബേസിക്സ് ഓഫ് പ്രോഗ്രാമിംഗ്, ഒരുപാട് വേണ്ട, ബേസിക് അറിഞ്ഞിരുന്നാൽ മതി ബേസിക് പ്രോഗ്രാമിന്റെ. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് അത് ലാന്, വാന്, മാന്, നെറ്റ്വർക്ക് ഡിവൈസിനകത്ത് മീഡിയ, സ്വിച്ച്, ഹബ്ബ്, റൂട്ടർ എന്നിവ അടങ്ങുന്നതാണ്. ഇന്റർനെറ്റ് അത് www, അതേപോലെ സോഷ്യൽ മീഡിയ, വെബ് ഡിസൈനിങ്, HTML, ഗവേണൻസ് എന്നിവ അടങ്ങുന്നതാണ്. സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ് ഒരു ചോദ്യം പൊതുവെ വരാറുള്ളതാണ് അതൊന്നും എന്തായാലും അല്ലെ. അടുത്ത സുപ്രധാന നിയമങ്ങൾ നോക്കുകയാണെങ്കിൽ ഇൻഫോർമേഷൻ ആക്ട്, ഇൻഫോർമേഷൻ എക്സംപ്റ്റൻ, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യൻ ഇൻഫോർമേഷൻ കമ്മീഷൻസ്, പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ്, പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമർ റൈറ്റ്, ഈ പറയുന്ന ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ബന്ധപ്പെട്ടത്. അതേപോലെ തന്നെ പ്രധാനമായിട്ടും സിവിൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ട് SC/ST കമ്മീഷൻസ്, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻസ്, സ്റ്റേറ്റ് മൈനോറിറ്റി കമ്മീഷൻസ്, പ്രധാനമായിട്ട് ഇതെല്ലാം ചോദിക്കാറുള്ളത്. അതേപോലെ തന്നെ ഈ പറയുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണത്തിനായിട്ട് വേണ്ടിയിട്ട് വരുന്നത് കാര്യങ്ങൾ, പോക്സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആനുകാലിക വിഷയങ്ങൾ പ്രധാനമായിട്ട് 20 മാർക്ക് എല്ലാ ദിവസവും ആനുകാലിക വിഷയം ക്ലാസ്സുകൾ കേട്ടിരുന്നാൽ മാത്രമേ അത് കിട്ടത്തുള്ളൂ. അത് 2025-26 സമയങ്ങളിൽ എന്ത് ചെയ്യാം, പ്രധാനമായിട്ട് പഠിച്ചു. 25 മുതലുള്ള എന്ത് ചെയ്യാങ്ങൾ നോട്ട് ചെയ്ത് പോകുന്നത് നന്നായിരിക്കും. ലഘുഗണിതം, സംഖ്യകൾ, അടിസ്ഥാന ക്രിയകളും, ഭിന്നശേഷികളും, ദശാംശങ്ങളും, ശതമാനം, ലാഭനഷ്ടം, സാധാരണ പരീക്ഷയും കൂട്ടുപലിശയും, അംശബന്ധവും അനുപാതവും, സമയവും ദൂരവും, സമയം പ്രവൃത്തിയും, ശരാശരി, കൃത്യങ്ങൾ, ലോ ഓഫ് എക്സ്പോണൻസ്, ജാമതി രൂപങ്ങൾ, മെൻസുറേഷൻസ്, പ്രോഗ്രഷൻസ്, മാനസിക ശേഷിക്കാതെ പ്രധാനമായിട്ടും സീരിയസ് പ്രോബ്ലംസ് ഓഫ് മാത്തമാറ്റിക്കൽ സയൻസ്, സ്ഥാനനിർണ്ണയം, സമാന ബന്ധങ്ങൾ, ഒറ്റയാനെ കണ്ടെത്തുക, പ്രശ്നങ്ങൾ, കോഡിങ്ങും ഡീകോഡിങ്ങും, കുടുംബ ബന്ധങ്ങൾ, ദിശാവബോധം, ക്ലോക്കിലെ സമയം എന്നിവ എന്ത് ചെയ്യുന്നുണ്ട്, കലണ്ടറും തീയതിയും അതിനകത്ത് വരുന്നതാണ്. ഇംഗ്ലീഷ് ഗ്രാമറിലേക്ക് വരികയാണെങ്കിൽ പ്രധാനപ്പെട്ട പാർട്സ് ഓഫ് സ്പീച്ചും, ആർട്ടിക്കിളുകളും, സബ്ജക്റ്റ് എഗ്രിമെന്റും, ക്വസ്റ്റ്യൻ ടാഗും, ഇൻഫിനിറ്റീവ് ജറൗണ്ടും, ടെൻസസും എല്ലാം അടങ്ങുന്ന ഒരു ഭാഗമാണ് ഇംഗ്ലീഷിനകത്ത് വരുന്നത് അല്ലെ. അതിനകത്ത് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ വരുന്നുണ്ട്, സെന്റൻസസ് വരുന്നുണ്ട്, ആക്റ്റീവ് പാസീവ് വോയിസ് വരുന്നുണ്ട്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് വരുന്നുണ്ട്, ടെൻസസ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട് അതിനകത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ്. വൊക്കാബുലറി നോക്കുകയാണെങ്കിൽ സിംഗിൾ, പ്ലൂറൽ, കോമ്പൗണ്ട് വേർഡ്സ്, സിനോണിംസ്, ആന്റോണിംസ്, ഫ്രേസൽ വെർബ്, ഫോറിൻ വേർഡ്സ് ഓഫ് വേഴ്സസ്, വേർഡ്സ് ഓഫ് കൺയൂസ്ഡ്, സ്പെല്ലിംഗ് ടെസ്റ്റ്, ഇഡിയംസ് ആൻഡ് ദർ മീനിങ്സ്, എക്സ്പാൻഷൻ ആൻഡ് മീനിങ് ഓഫ് കോമൺ അബ്രിവേഷൻസ്. പ്രാദേശിക ഭാഷ മലയാളമായതുകൊണ്ട് തന്നെ പരിശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീത പദം, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, സമാന പദം, ചേർത്തെഴുതുക, സ്ത്രീലിംഗ, പുല്ലിംഗം, വചനം, പിരിച്ചെഴുതുകൾ, ചേർത്തെഴുതുക, ഘടകപദം എന്നിവ പൊതുവിനകത്ത് വരുന്ന ഭാഗങ്ങളാണ്. കന്നഡയിലേക്ക് നമ്മൾ പോകുന്നില്ല. ഓക്കെ, അപ്പൊ ഇത്രയാണ് പൊതുവെ എന്ത് ചെയ്യുന്നത്, ഒരു സിലബസിനകത്ത് എന്ത് ചെയ്യുന്നത് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂടെ അടങ്ങുന്നതാണ് ഒരു സിലബസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഈ പറയുന്ന രീതിയിൽ ടെലിഗ്രാമിലും മറ്റുമായിട്ട് നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആണ്. കൂടാതെ തന്നെ ഈ പറയുന്ന ഇന്റർനെറ്റിൽ ഈ പറയുന്ന സിലബസ് പൊതുവെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നതിനേക്കാൾ ഇച്ചിരി കൂടുതൽ നിങ്ങൾ പ്രിന്റ് എടുത്ത് വെക്കുന്നതായിരിക്കും ഇച്ചിരി നല്ലത്. കാരണം പഠിച്ചു വന്ന സമയങ്ങൾ അതൊന്ന് എന്ത് ചെയ്യുക, പഠിച്ചു വന്ന ഭാഗങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുക, അത്രയും തീർന്ന് കിട്ടിയില്ലോ എന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് എന്ത് ചെയ്യും, കിട്ടുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പം പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവർ ഉണ്ടെങ്കിൽ സിലബസിനെ അടിസ്ഥാനപ്പെടുത്തി ഇന്ന് തന്നെ പഠിച്ചു പോകാൻ ശ്രമിക്കുക. കോമ്പറ്റീഷൻസ് ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് ബാധകമാകരുത് എങ്കിൽ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ നല്ല രീതിയിൽ പഠിച്ച് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു ഉറപ്പ് വരുത്തി PYQസും മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് എന്ത് ചെയ്യാം, മുന്നോട്ടേക്ക് പോകേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ മാത്രമേ റാങ്ക് ലിസ്റ്റ് ഏറ്റവും മുകളിൽ എത്താനും നിയമനങ്ങൾ ലഭിക്കാൻ സാധ്യതയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നല്ലപോലെ പഠിക്കാനൊക്കെ തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, നല്ലൊരു ഗൈഡൻസോട് കൂടി തന്നെ പഠിക്കാൻ തയ്യാറെടുക്കുന്നവരാണെങ്കിൽ ASDB അക്കാഡമി നമ്മൾ മിഷൻ LDS ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നിങ്ങൾക്കും ചോദിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഈ പറഞ്ഞ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടോ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടോ മറ്റു ഡൗട്ടോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തൊട്ട് താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക്
കഴിഞ്ഞാൽ കോഴ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. അപ്പം ആർക്കെങ്കിലും ഈ കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി താല്പര്യമുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ ഈ പറയുന്ന രീതിയിൽ ക്ലാസ്സുകളും കോഴ്സുകൾ ഈ പറയുന്ന രീതിയിൽ കോഴ്സ് കൊടുക്കുന്നുണ്ട്. DYQs, മോക്ക് ടെസ്റ്റുകൾ കൊടുക്കുന്നുണ്ട്. റെക്കോർഡഡ് ആൻഡ് ലൈവ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മോട്ടിവേഷൻ സെഷൻസ് എല്ലാം അതിനെ കൂടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ സിലബസ് മറ്റു കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തി പഠനം ഇന്ന് തന്നെ തുടങ്ങുക, ഇനി മാറ്റി വെക്കരുത്. അപ്പം ഇന്ന് നമ്മുടെ വീഡിയോ കണ്ട് പഠിച്ചു തുടങ്ങുന്നവർക്ക് എല്ലാവിധ ആശംസകളും. താങ്ക് യു, ബൈ.